വന്ദന കൊലക്കേസിൽ ശിക്ഷാവിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോടതി. പ്രതി സന്ദീപിന് ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ് കോടതിയുടെ വിധി. 1 ലക്ഷം രൂപ പിഴ അടയ്ക്കണം, 10 വർഷം തടവ്. ഇതാണ് കോടതിയിൽ നിന്നുള്ള ശിക്ഷാവിധി നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസായി ഇതിനെ കണക്കാക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 2023 മെയ് 10-ാം തീയതിയാണ് വന്ദനാദാസിന് ഹൌസ് ഏജൻസി ചെയ്യുന്ന 23 വയസ്സുകാരി പോലീസ് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിട്ടുള്ള പ്രതിയുടെ ആക്രമണത്തിൽ കത്രിക കൊണ്ടാണ് ഹൌസ് സർജനായിട്ടുള്ള വന്ദനയെ കുത്തി കൊലപ്പെടുത്തിയത്. കേരളം ഒരുപോലെ ഞെട്ടിയ, കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെ പറ്റി കേരളം ഒരുപോലെ ചോദ്യമുന്നയിച്ച ഒരു കേസായിരുന്നു. അതിലാണിപ്പോൾ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ ചേരുകയാണ്. അനന്തൻ, വധശിക്ഷയായിരുന്നു ആവശ്യപ്പെട്ടത്, ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയിലേക്ക് കോടതി വിധി വരികയാണ്. അക്ഷയ, കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ വിധി പറയുന്നത്. പ്രതി സന്ദീപിന് ജീവപര്യന്തം കഠിന തടവാണ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഈ കേസിനെ കണ്ടെത്താൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. കോടതി അത് ജീവപര്യന്തം കഠിന തടവ് എന്നുള്ള ഒരു ശിക്ഷാവിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സന്ദീപിനെതിരെ ചുമത്തിയിരുന്ന ഓരോ കുറ്റത്തിലും പ്രത്യേകം വിധി പറയുകയാണ്. ആ ഓരോ കുറ്റത്തിനുമുള്ള ശിക്ഷ കൊലപാതക ശ്രമം, അതുപോലെ തന്നെ കുത്തിപ്പരിക്കേൽപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകളാണ് കോടതിയിൽ തെളിഞ്ഞത്. മാത്രമല്ല, സന്ദീപിന്റെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായൊരു നീക്കമെന്ന് പറയുന്നത് സന്ദീപിന് മനോനിലയിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്തി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ അത് വിലപ്പോയില്ല. അതിൽ സന്ദീപിന്റെ മാനസിക നില കൃത്യമാണ് എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും അയാൾ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. പ്രതി കൊടുവട്ടൂർ ശ്രീനിലയത്തിൽ സന്ദീപിന് ഇപ്പോൾ ജീവപര്യന്തം തടവ് കോടതി വിധിച്ചിരിക്കുകയാണ്.